അലീനയെ അവിടുന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം വൈജയന്തിക്ക് വലിയ സന്തോഷമാകുന്നുണ്ട്. താനെന്തോ വലിയ കാര്യം ചെയ്തതുപോലെയും താനെല്ലാം നേടിയെടുത്ത പോലെയും താൻ വിജയിച്ചത് പോലെയുമാണ് വൈജയന്തിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ഇതൊക്കെ കാണുമ്പം കൃഷ്ണയ്ക്കും ബബിതയ്ക്കും രോഹിക്കും ഒന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അവര് അമ്മയുടെ മുറിയിലേക്ക് പോലും പോകുന്നില്ല. അമ്മയെന്ന് പോലും അവർ വിളിക്കുന്നില്ല കേട്ടോ. ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ പോലും വൈജയെന്ന് വിളിക്കുകയും ചെയ്യുന്നില്ല കേട്ടോ. ബാലേന്ദ്രനും ആകെപ്പാടെ വിഷമത്തിലാണ്. തൻ്റെ ഒരു കൈയേറ്റ് പോയതുപോലെ കേട്ടോ ബാലന് തോന്നുന്നത്. തൻ്റെ ഏറ്റവും അപകടമായ സമയത്ത് തന്നെ ചേർത്ത് നിർത്തി തന്നെ സഹായിച്ചവളാണ് അലീന. തൻ്റെ മക്കള് വഴിപഴിച്ചു പോകുന്ന സമയത്ത് അവരെ നേർവഴിക്ക് കൊണ്ടുവന്ന് അവരുടെ ജീവിതം വീണ്ടും തുന്നിപ്പിടിപ്പിച്ചവളാണ് അലീന. അതുകൊണ്ട് തന്നെ തൻ്റെ പാതി പോയതുപോലാണ് കേട്ടോ ഇപ്പോൾ ബാലന് തോന്നുന്നത്. ഇത്രയും കാലം തങ്ങൾ സ്നേഹിച്ചില്ലെങ്കിലും തങ്ങളുടെ ഒരു വിദ്വേഷവും വെറുപ്പും കാണിക്കാതെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് എന്ന് തങ്ങളുടെ ജീവിതം നേടിയെടുത്തവളാണല്ലോ ചേച്ചി എന്ന് ബബിത ഓർക്കുന്നുണ്ട്. അതുപോലെ രോഹിത് ഓർക്കാണ് ആത്മഹത്യയുടെ വക്കിൽ നിന്ന് തന്നെ ഇത്രയും കൈപിടി ചേർത്തി ഈ രീതിക്ക് ആക്കിയെടുത്തത് അലീന ചേച്ചിയാ. അലീന ചേച്ചി പോയതോടുകൂടി മാനസികമായി തന്നെ രോഹിത്തും തളരുന്നുണ്ട്. കൃഷ്ണയുടെ കാര്യം തന്നെ പറയണ്ടല്ലോ. ആദ്യം മുതൽ തന്നെ കൃഷ്ണയ്ക്ക് അവളോട് ഭയങ്കര സ്നേഹമായിരുന്നല്ലോ. സ്വന്തം ചേച്ചിയെക്കാളും ഇഷ്ടമായിരുന്നല്ലോ അവളോട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൃഷ്ണയാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത്. തനിക്ക് എന്തോ വലിയ നഷ്ടപ്പെട്ടതുപോലെയാണ് കേട്ടോ അവൾക്ക് തോന്നുന്നത്. വീടിനകത്ത് എന്തോ വലിയൊരു മാറ്റം എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ പുതിയൊരു വേലക്കാരിനെ വൈജയന്തി സെറ്റാക്കുന്നുണ്ട്. അങ്ങനെ അവൾ എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പുന്നൊക്കെ ഉണ്ട്. മേഡം മേഡം എന്നും പറഞ്ഞുകൊണ്ട് വാതിൽ പോയി മുട്ടാണ്. എന്താ മേഡം, ഫുഡ് കഴിക്കാറായി, വിളിക്കാൻ വന്നതാ. ആ ശരി ശരി പോയിക്കോ, ഞാൻ വന്നോളാം എന്നും പറഞ്ഞ് അഹങ്കാരഭാവത്തിൽ അവളെ പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ കൈയും കഴുകി മേശപ്പുറത്തൊന്നിരിക്കാണ്. വന്നിരിക്കുമ്പം ആരുടെ മുഖത്ത് ഒരു പ്രസന്നതയില്ല. എല്ലാവരും വളരെ ഗൗരവത്തിലും ദേഷ്യത്തിലും അവിടെ ഇരിക്കുന്നുണ്ട്. ബബിതേ, ആ കറി ഇങ്ങോട്ടെടുത്തേ. അമ്മയ്ക്ക് കൈയില്ലേ കറി എടുക്കാനായിട്ട്? ഒരാൾ വിളമ്പി തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അമ്മയ്ക്കിപ്പോൾ എല്ലാ അസുഖം ഭേദമായില്ലേ? 2-3 ആഴ്ചയായല്ലോ. അമ്മ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങിയല്ലോ നാളെ മുതൽ. പിന്നെ ആരെങ്കിലും അമ്മയെ പരിചരിക്കാൻ വേണോ? അതിന് നിന്നോട് ഞാൻ എന്തു പറഞ്ഞു? ആ കറിയൊന്ന് തരാനല്ലേ പറഞ്ഞുള്ളൂ. അമ്മയ്ക്ക് കൈയുണ്ടല്ലോ, വേണമെങ്കിൽ എടുത്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ബബിത ഭക്ഷണം പാതി വെച്ചിട്ട് അവിടെ നിന്നിട്ട് പോവാണ്. കൃഷ്ണയുടെ മുഖത്തും ആകെപ്പാടെ വിളറി വെളുത്തിരിക്കുന്നു. രോഹിത്തും അങ്ങനെ തന്നെ. എല്ലാവരും തലകുനിച്ചിരുന്ന് ആഹാരം കഴിക്കുകയാണ്. ഇതെന്താ വല്ല മരണവിടുവാണോ? രോഹിത്തെ, നിനക്ക് എന്താണ് പറ്റിയത്? കൃഷ്ണേ, നീ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നേ? എല്ലാവരുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ ഉണ്ടല്ലോ. കൃഷ്ണ പറയാണ്, അമ്മ നേടിയെടുത്തല്ലോ. അമ്മയുടെ അഹങ്കാരത്തിനും സ്വാർത്ഥതയ്ക്കും വേണ്ടി അമ്മ എല്ലാം നേടിയെടുത്തില്ലേ? ഇനിയിപ്പോ ഞങ്ങൾ എന്ത് പറയാനാ? എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. അമ്മയുടെ തലമണ്ടക്കകത്ത് അത് കേറില്ല. അമ്മ സ്വാർത്ഥതയാ എന്നും അമ്മയ്ക്ക് അമ്മയുടെ കാര്യം മാത്രമേ ഉള്ളൂ. അത് മാത്രമേ അമ്മ ചിന്തിച്ചിട്ടേ ഉള്ളൂ. ഞങ്ങൾ മക്കളെ പോലും അമ്മ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? ഭർത്താവിന് വേണ്ടി ബഹുമാനം കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹത്തെ സ്നേഹിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ അമ്മ കൂടുതലൊന്നും പറയണ്ട. അതിന് ഞാനിപ്പോൾ എന്ത് പറഞ്ഞിട്ടാ നീ എന്നോട് ഇങ്ങനെയൊക്കെ ചാടി കിടക്കുന്നേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല, അമ്മ ഒന്നും പറയില്ല. അമ്മ ഭയങ്കര ബുദ്ധിശാലിയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവളും ഭക്ഷണം മതിയാക്കിയിട്ട് അവിടെ നനച്ച് കൈ കഴുകിയിട്ട് പോവാണ്. എന്താണ് രോഹി, ഇത് നിനക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കുമ്പോൾ രോഹി അക്ഷരം പോലും മിണ്ടുന്നില്ല കേട്ടോ. ബാലനും ഒന്നും മിണ്ടുന്നില്ല. ബാലനും മനസ്സിലായി തൻ്റെ മക്കളെല്ലാം അലീനനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ആ ഒരു വേദന താങ്ങാനാവുന്നില്ല. അവളെ എങ്ങനെയെങ്കിലും കാണണമെന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് എല്ലാവർക്കും. അവളെ പറഞ്ഞിട്ട് സ്വന്തം അമ്മയോട് എല്ലാവർക്കും നല്ല ദേഷ്യമുണ്ട്. അമ്മ കാരണമാണല്ലോ ഇതെല്ലാം സംഭവിച്ചതും അലീന പോയതും. അതോർത്ത് എല്ലാവർക്കും നല്ല സങ്കടമുണ്ട്. ആ സങ്കടമാണ് ദേഷ്യത്തിലും അതുപോലെ തന്നെ അമർഷത്തിലും ഒക്കെ അവർ തീരുമാനിക്കുന്നത്. അവരിങ്ങനെ പുറത്തെടുക്കുന്നു കേട്ടോ. അങ്ങനെ ബബിതയും കൃഷ്ണയും മുറിയിലേക്ക് പോവാണ്. ആഹാരം കഴിച്ചതിന് ശേഷം രോഹിയും അവിടെ നിന്നിട്ട് പോകുന്നുണ്ട്. ബാലേന്ദ്രനും വേദകവും ആഹാരം കഴിച്ച് തീർത്തിട്ട് അവിടെ നിന്നിട്ട് പോവാണ് കേട്ടോ. വൈജ അപ്പോൾ അവിടെ നിന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മേഡം, ഇനി എന്തെങ്കിലും വേണോ? വേണ്ട, ഞാൻ എടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് വൈജ അവിടെ നിന്ന് ആഹാരം കഴിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നിട്ട് പോയി കൈ കഴുകാണ് കേട്ടോ. ജോലിക്കാർ വന്ന് അതെല്ലാം എടുത്തുകൊണ്ട് പോവാണ്. അങ്ങനെ അവർ അടുക്കളയിലേക്കും അവിടെ എല്ലാം ക്ലീൻ ചെയ്തിടുന്നുണ്ട്. ഈ സമയം വൈജ മുറിയിലേക്ക് കയറി ഡോർ അടയ്ക്കുകയാണ്. എന്നിട്ട് അവൾ കട്ടിലൊന്നും ഇരിക്കുന്നുണ്ട്. എല്ലാത്തിനും ദേഷ്യമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ നാശം പിടിച്ചവളെ ഇവിടുന്ന് പറഞ്ഞയച്ചതിന് ദേഷ്യം എല്ലാവർക്കും. അവൾ പോയതോടുകൂടി സമാധാനം എന്നാ കരുതിയത്. എങ്കിലും നാശം പിടിച്ചവള് എൻ്റെ വീടിനകത്ത് ഇത്രയ്ക്ക് എഫക്റ്റ് ഉണ്ടാക്കിയല്ലോ എന്ന് ഓർക്കാണ്. ആ അഹങ്കാരി എൻ്റെ ഭർത്താവിനെ എൻ്റെ മക്കളെയെല്ലാം വലവീരിച്ച് വെച്ചിരിക്കാം. എങ്ങനെയാണോ ഈശ്വര ഇവളെ ഇങ്ങനെ വലവീരിച്ച് വെച്ചത്?
ഇനി എങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ മക്കളെ ഭർത്താവിനെ തിരികെ പിടിക്കും. അങ്ങനെ ഒരുത്തിയും എൻ്റെ സ്ഥാനം അടിച്ചു മാറ്റണ്ട. എന്തൊക്കെ മനസ്സിൽ ഓർക്കാണ്. എന്നിട്ട് കമലയെ വിളിക്കുന്നുണ്ടേ. എന്നിട്ട് കമലയോട് പറയാണ്, കമലയെടുത്തി ഇവിടുത്തെ സാഹചര്യമൊക്കെ ഇങ്ങനെയാ. എല്ലാവർക്കും ഇപ്പോൾ അവളെ മതി. അവളെ പോയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവൾ പോയിട്ട് ഇപ്പോൾ 2-3 ആഴ്ചയായി. ഇവിടെ നിന്നുള്ള എല്ലാവരും അവളെ വിളിക്കാറുണ്ടെന്നേ. വീഡിയോ കോൾ ചെയ്യാറുണ്ട്. ഇന്നലെ ഭക്ഷണം കഴിച്ചപ്പോൾ അവന് വീഡിയോ കോൾ ചെയ്യാ. എല്ലാവർക്കും എന്തൊരു സ്നേഹം അവളോട്. അപ്പോൾ കമല പറയാണ്, അവര് മാത്രമല്ല, നിന്റെ ആങ്ങളുണ്ടല്ലോ ശിവേട്ടൻ, അയാളെ വിളിക്കാറുണ്ട്. രാജീവനെ വിളിക്കുന്നുണ്ട്, ഗംഗേട്ടനെ വിളിക്കുന്നുണ്ട്. പിന്നെ മാനുവിന്റെ കാര്യം പറയണ്ടല്ലോ, അവൻ അവളെ കെട്ടുള്ളൂ എന്ന് പറഞ്ഞ് ചത്ത് കിടക്കുകയല്ലേ, അവനും വിളിക്കാറുണ്ട്. എല്ലാവരും ഇപ്പോൾ അവന്റെ സൈഡാ. മുത്തശ്ശി പോലെ ഇപ്പോൾ അവന്റെ സൈഡാ. അവളുടെ സൈഡാന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെ ഇത് എന്താ പറ്റിയത്? അതിനു വേണ്ടി മാത്രം എന്ത് കൈവശമാണ് ഈശ്വര അവള് കൊടുത്തത്. അത് കിട്ടിയിരുന്നെങ്കിൽ നമുക്കൂടെ കുറച്ച് കൊടുക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും അവള് പോയല്ലോ, പതിയെ പതിയെ അതൊക്കെ അങ്ങ് മാറിക്കോളും. കണ്ണകലുമ്പോ മനസ്സകലെന്ന് കേട്ടിട്ടില്ലേ, അതുപോലെയാ അവള് കുറെ കാലം അങ്ങ് പോയി കഴിയുമ്പോഴേ എല്ലാവരും മനസ്സിന്ന് അതൊക്കെ അങ്ങ് മാറിക്കോളും. പിന്നെ നീ ഒരു കാര്യം ശ്രദ്ധിക്കണം, എങ്ങനെയെങ്കിലും മക്കളെ ഭർത്താവിനെ നിന്റെ ഭാഗത്തേക്ക് വലിക്കാൻ നോക്ക്. അതാ നീ ഇപ്പൊ ചെയ്യേണ്ടത്. അല്ലാതെ നീ വീണ്ടും സമരത്തിലും ദേഷ്യത്തിലൊക്കെ നിന്നാലേ അവരാണ് നിന്റെ അരികിലേക്ക് പോലും വരില്ല എന്ന് പറയുന്നുണ്ട്. വൈജി പറയാണ്, ഞാൻ നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. വൈജയ്ക്ക് കൃഷ്ണയ്ക്കും ഭവിതയ്ക്കും രോഹിത്തിനും എല്ലാവർക്കും എന്നോട് ദേഷ്യ. ആരൊന്നും മിണ്ടുന്ന പോലെയില്ല. ഭവിതയാണെങ്കിലോ എന്നോട് കുറേ ചൂടായി. അതുപോലെ തന്നെ കൃഷ്ണമോളും എങ്ങനെ ഇങ്ങനെ മാറ്റിയെടുക്കുന്ന അവള്. ഹോ, അപാര കഴിവ് തന്നെ എന്ന് പറയാണ്. ഞാൻ പറഞ്ഞില്ല അന്നേ, അവളൊരു വിഷവിത്ത വന്നു കയറി എല്ലാവരെയും കൊന്നുകളയും അവള്. അതുകൊണ്ട് അവളെ സൂക്ഷിക്കണം അന്ന് ഞാൻ പറഞ്ഞല്ലേ. ഇനി ഒരിക്കലും അവൾ തിരിച്ചറിയാൻ പാടില്ല. എങ്ങനെയോ പോയത് പോയി, അത് സമാധാനം. എനിക്ക് പേടി അതൊന്നുമല്ല. മനു എപ്പോഴും അവളെ വിളിക്കുന്നുണ്ട്. എന്നെങ്ങാണം അവളെ അങ്ങനെ കല്യാണം കഴിച്ച് അവൻ ഇങ്ങോട്ടേക്ക് വരുമെന്നാ എൻ്റെ പേടി. അത് സൂക്ഷിക്കണം. കാരണം അവളെ പഠിച്ച പണി 18 നോക്കും, എങ്ങനെയെങ്കിലും ഞൊഴഞ്ഞ് കയറാനായിട്ട്. അവൻ്റെ ഭാര്യട്ടങ്ങനെ വന്ന് കൂടിയാ പിന്നെ അവൾക്കൊരിക്കലും തിരിച്ചു പോകണ്ടല്ലോ. അവൾക്കതെല്ലാം അറിയാം. അതുകൊണ്ടേ കമലെടുത്ത് സൂക്ഷിച്ചോ. മകൻ്റെ ഓരോ നീക്കവും അല്ലെങ്കിൽ പെട്ടുപോകും. എവിടെയോ കിടന്ന് പിഴച്ചു പറ്റ അവളെയൊക്കെ ഈ വീട്ടിൽ കൂടെ താമസിപ്പിക്കേണ്ടി വരും. അതിന് വല്ല നാണക്കേട് വേറൊന്നുമില്ല എന്ന് പറയാണ്. ശരി വൈജേ, ഞാൻ നോക്കട്ടെ. നീയെ നിന്റെ ശിവേട്ടനെയോ ആരെങ്കിലും വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറ. മക്കൾ ഇതുപോലെയൊക്കെ കാണിക്കാന്ന് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? ആങ്ങളമാരിങ്ങനെയല്ലേ കാണിക്കുന്നത് എന്ന് ചോദിക്കാണ് കേട്ടോ. എന്നാ ശരി കമലെടുത്തി, ഞാൻ ഫോൺ വെക്കാം. ശിവേട്ടനൊന്ന് വിളിച്ചു നോക്കട്ടെ. അങ്ങനെ ശിവനെ വൈജ വിളിക്കുന്നുണ്ട്. അപ്പോൾ ശിവൻ ചോദിക്കുകയാണ്, ആ എന്താ കാര്യം? എന്താ ശിവേട്ടാ സംസാരത്തിലൊക്കെ ഒരു ഗൗരവം പോലെ? എൻ്റെ മക്കളോ അങ്ങനെ തന്നെയാ, ആരും എന്നോട് മിണ്ടുന്നൊന്നുമില്ല. എല്ലാവർക്കും ഭയങ്കര ദേഷ്യ. ശിവേട്ടനും അങ്ങനെ തന്നെയാണോ? പിന്നെ നിന്റെ കയ്യിലിരിപ്പിന് ഞങ്ങളെല്ലാം നിന്നെ കൊഞ്ചിക്കണോ? അതിനും വേണ്ടി മാത്രം ഞാൻ എന്ത് ചെയ്തു ശിവേട്ടാ? എൻ്റെ ഭർത്താവിനെയും എൻ്റെ മക്കളെയും എൻ്റെ അടുത്ത് നിന്ന് പിരിച്ചെടുത്തവളെ ഞാൻ ഇവിടുന്ന് പറഞ്ഞയച്ചു. അതാരാണെങ്കിലും അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. അതിനിപ്പം എന്നോട് ഇതിനെ പിണങ്ങുന്നേ? ശിവേട്ടനൊക്കെ തന്നെ അതിന് എത്രയോ പ്രാവശ്യം ശ്രമിച്ചതാ. ഇവിടെ നിന്ന് എന്തോരം ബഹളം ഉണ്ടാക്കിയതാ. പിന്നിപ്പോൾ എൻ്റെ ഭാഗത്ത് നിൽക്കാതെ അവളുടെ മറുകണ്ഠം ചാടിയത് നിങ്ങളല്ലേ? പിന്നെ ഇപ്പോൾ എന്തിനാ എന്നെ പറയുന്നേ എന്ന് ചോദിക്കുകയാണ്. അതെ, അന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി പോയതാ എന്നും പറഞ്ഞ് നീ ഇപ്പം അത് മുതലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ പൊന്നു ശിവേട്ടാ, ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞേ? അലീന എൻ്റെ ഭർത്താവിൻ്റെ ഒന്നെങ്കിൽ അവിഹിത സന്തതി അല്ലെങ്കിൽ അവിഹിതം. അവളെ ഞാൻ പറഞ്ഞയച്ചതിൽ എന്ത് തെറ്റാ ഉള്ളത്? ആര് കേട്ടാലും ഒരു കുറ്റവും പറയാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇല്ലായിരിക്കും അത് നിനക്ക്, പക്ഷേ ഞങ്ങൾക്ക് അങ്ങനല്ല. പിന്നെ എങ്ങനാ? അലീന നിങ്ങളുടെയൊക്കെ ആരാ? എൻ്റെ ഭർത്താവിൻ്റെ ഏതോ അവിഹിത സന്തതിയല്ലേ? അതിലിപ്പോൾ നിങ്ങളൊക്കെ രോഷാലരാവേണ്ട കാര്യം എന്താ ഉള്ളത് എന്ന് ചോദിക്കുകയാണ്. വൈജയ്, നീ നിന്റെ സ്വഭാവം മാറ്റാനേ ആദ്യം ശ്രമിക്ക്, എങ്കിലേ എല്ലാവരും നിന്റെ സ്നേഹം ഭാവിക്കുള്ളൂ. ഇപ്പം നിന്റെ മകൾ ഇപ്പം അലീന അവിടുന്ന് പോയില്ലേ? അതിപ്പോ നിനക്ക് സമാധാനമായല്ലോ. സമാധാനമായെന്നോ? എനിക്ക് ഏതോ ഒരു രാജ്യം തിരിച്ചു കിട്ടിയതുപോലായി. ഇത്രയും കാലം ഞാൻ നിന്നതേ ഒരു തീയുടെ മണ്ടയ്ക്കാ. ഇപ്പൊ അതെല്ലാം പോയി ഞാൻ സമാധാനത്തിലാണ് ജീവിക്കുന്നത്. എൻ്റെ വീടും എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിനെയും എനിക്ക് തിരിച്ചു കിട്ടി. അതിൽ പരം സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ
ശിവൻ പറഞ്ഞിട്ട് എല്ലാം ആയിക്കോട്ടെ, ഇപ്പം നിനക്കെല്ലാം തിരിച്ചു കിട്ടിയല്ലോ. അതുകൊണ്ട് ഇനിയെങ്കിലും നീ നിന്റെ ആറ്റിലൂടൊന്ന് മാറ്റ്. നീയാണ് വലിയ സംഭവം, വൈജി എന്നാൽ എന്തോ വലിയ സംഭവമാണെന്നും ആ അഹങ്കാരവും എല്ലാം ഒന്ന് മാറ്റിയെടുക്ക്. നിനക്ക് പണ്ടേ ഉള്ള അഹങ്കാരം അത്. നീ തീരുമാനിക്കുന്നതല്ല ശരി, നീ പറഞ്ഞല്ല ശരി. നീ എന്തോ ഭയങ്കര സംഭവമാണെന്നാണല്ലോ നിന്റെ വിചാരം. അത് നിന്റെ വീട്ടുകാരും നാട്ടുകാരും എല്ലാം പറയാറുള്ളതല്ലേ. ഇനിയെങ്കിലും ഇതിന് മാറ്റം ഉണ്ടായാലേ നിനക്ക് ജീവിക്കാം. അല്ലെങ്കിൽ വീണ്ടും ഇതുപോലുള്ള ആളുകൾ ഇനി വന്നുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഞാനതിന് എന്ത് ചെയ്തു? നിനക്കൊന്നും മനസ്സിലാവില്ല, നീ അത്ര പൊട്ടിയാണല്ലോ. എടി, നീ മനസ്സിലാക്കാനില്ലെങ്കിലും കൊള്ളാം. ഇനി ഇത്രയും കാലം നീ നിന്റെ ഭർത്താവിനെ നിന്റെ കാൽക്കീഴിൽ കൊണ്ടു നടന്നു. അയാൾ നീ പറഞ്ഞെല്ലാം അനുസരിച്ചു. നിനക്ക് വേണ്ടി എന്ത് ചെയ്യായിരുന്നു ബാലൻ. മരിക്കാൻ പോലും അയാൾ തയ്യാറായിരുന്നു. അതിന് കാരണം അയാൾക്ക് നിന്നോടുള്ള അത്രയ്ക്ക് സ്നേഹവും ബഹുമാന വിശ്വാസമൊക്കെ ആയിരുന്നു. വൈജ എന്ന് പറഞ്ഞാൽ അയാൾ ചാവാൻ നിൽക്കുമായിരുന്നല്ലോ. നിന്നോടുള്ള കടുത്ത പ്രണയമായിരുന്നല്ലോ അയാൾ ഉണ്ടായ കാലം മുതലേ. പക്ഷേ ഇപ്പം അതിലൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാളെ തിരിച്ചു പിടിക്കണമെങ്കിൽ നീയും അതുപോലെ സ്നേഹിക്കണം. പണ്ടയാൾ എങ്ങനെയാണോ നിന്റെ കാൽച്ചോട്ടി കിടന്നത്, നിന്നെ എങ്ങനെയാണോ സ്നേഹിച്ചത്, അതുപോലെ നീയും സ്നേഹിക്കണം. അയാളെ ബഹുമാനിക്കണം. നിന്റെ മക്കളെ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം. എങ്കിലും മാത്രമേ അതെല്ലാം തിരിച്ചു കിട്ടുള്ളൂ. മക്കളെ നീ ഒരു അമ്മയായിട്ടെങ്കിലും കണ്ടുണ്ടോ? നീ എപ്പോഴെങ്കിലും ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവരെ വളർത്തിയിട്ടുണ്ടോ? എപ്പോഴും ദേഷ്യവും വഴക്കും എല്ലാം. ആ കുട്ടികളെ വളർത്തിയത് പോലും ജോലിക്കാരല്ലേ. നീ എന്തെങ്കിലും ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടുണ്ടോ? അപ്പോഴും നിനക്ക് നിന്റെ സ്വാർത്ഥതയായിരുന്നു വലുത്. വൈജി എന്നാൽ വലിയ സംഭവമാണെന്നാണല്ലോ നീ പറഞ്ഞത്. ആ സമയത്ത് കൂടി നീ നിന്റെ ജോലിക്ക് പോയി, നിന്റെ കാര്യങ്ങളെല്ലാം നടത്തി. ആ കുഞ്ഞുങ്ങള് ഒന്ന് പഠിപ്പിക്കാനോ, അവരെത്രല്ല പഠിക്കുന്നതെന്നോ, അവർക്കെന്താ ആവശ്യമെന്നോ, അവർക്കെന്താ ആവശ്യമില്ലാത്തതെന്നോ, അവരെങ്ങോട്ടാ പോണേന്നോ എന്തെങ്കിലും നീ അന്വേഷിച്ചിട്ടുണ്ടോ? അതിനെല്ലാം ബാലേന്ദ്രനല്ലേ ഓടി നടന്നത്. അതിനെന്തെങ്കിലും ഒരു കുറ്റം അയാൾ നിന്നെ പറഞ്ഞിട്ടുണ്ടോ? നീ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും അയാൾ സപ്പോർട്ട് ചെയ്തില്ലേ? നീ എന്ത് പറഞ്ഞാലും അയാൾ അനുസരിച്ചില്ലേ? നീ ഒരു വര വരച്ചാൽ അതിനപ്പുറത്തേക്ക് അയാൾ പോയിട്ടില്ല. അത്രയൊക്കെ അയാൾ നിനക്കൊണ്ട് ചെയ്തില്ലേ 23 വർഷക്കാലം. ഇനി കുറച്ച് വർഷക്കാലം നീ അങ്ങനെയാവ്. അതിനൊന്നും എന്നെ കിട്ടില്ല ശിവേട്ടാ. ഈ വൈജി ആരാണെന്ന് എന്ന് പറയുമ്പോഴേക്കും നിർത്തടി. അവളുടെ ഒരു വൈജ എന്ന് പറഞ്ഞാൽ ആരാടി? പറ, ആരാ? നീ ആരാണെന്ന് നിന്റെ വിചാരം? കൊല്ലപ്പള്ളിയിലെ മകളാ നീ. അതൊക്കെ സമ്മതിച്ചു. അതൊക്കെ പണ്ട്. ഇപ്പൊ നീ ബാലേന്ദ്രന്റെ ഭാര്യ, നെടുമ്പുരക്കിലെ ബാലേന്ദ്രന്റെ ഭാര്യ. അല്ലാതെ കൈതക്കൽ മാളിക വീട്ടിലെ രാമുണ്ണിമേനന്റെ മകളൊന്നും അല്ല നീ ഇപ്പോ. അത് മനസ്സിലാക്കിക്കോ. അത് മാത്രമല്ല, നിന്റെ സഹോദരങ്ങളാണെങ്കിലും നിന്റെ അമ്മയാണെങ്കിലും നിന്റെ ഭർത്താവാണെങ്കിലും എല്ലാവരും അലയുടെ സൈഡാ. നീ ഇപ്പൊ ഒറ്റയ്ക്കാ. അതൊന്നും നീ മനസ്സിലാക്കിക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. വൈജി എന്നാൽ വലിയ സംഭവമാണെന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ. 23 വർഷം മുമ്പ് നീ ആരായിരുന്നു എന്നൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു, നിന്റെ കയ്യിലിരിപ്പ് എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു കാര്യം കൂടി നീ ഓർത്തോ. ഞങ്ങളോടൊക്കെ നീ വലിയ പതിവ്രത ചേർന്ന് സംസാരിക്കുമ്പോഴേ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാനുള്ള കാര്യം കൂടി നീ ഓർത്തോണം. അപ്പോഴേക്കും വൈജി മിണ്ടാതെ നിൽക്കുന്നുണ്ടേ. ഈ കാര്യങ്ങളെല്ലാം നിന്റെ ഭർത്താവും മക്കളും അറിയുന്നവരേ ഉള്ളൂ. നിന്റെ ഈ വൈജ എന്ന് പറഞ്ഞ സംരംഭം അത് കഴിയുമ്പോഴേക്കും എല്ലാം പൊട്ടിത്തേർന്ന് പാളീസാവും. നിന്റെ മക്കൾ തന്നെ നിന്നെ വെറുക്കും. അമ്മയ്ക്ക് ഇതുപോലെ ഒരു കഴിഞ്ഞ കാലം ഉണ്ടെന്ന് അറിയുമ്പോഴേ ഏത് മക്കളാണെങ്കിലും നിന്നെ പുച്ഛിച്ച് തള്ളുപടി എന്ന് പറയുന്നത് കേട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ട് വൈജ മിണ്ടാതിരിക്കുകയാണ്. ശിവൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ മര്യാദയ്ക്ക് അനുസരിച്ച് ബാലിനെ അനുസരിച്ച് അടങ്ങി ഒതുങ്ങി അവിടെ ജീവിച്ചോണം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ പോയി നിന്റെ മക്കളോടും ബാലിനോടും പറഞ്ഞത് ഞാനായിരിക്കും. അതോടുകൂടി എല്ലാം അവസാനിച്ചോളും. നിന്റെ മക്കളും നിന്റെ ഭർത്താവും കൂടി നിന്നെ വെറുക്കും. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നേക്കരുത്. ആംഗ്ലമാരുണ്ട്, അവരുണ്ട്, ഇവരുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്വീകരിക്കാൻ പോണില്ല. ജീവിതകാലം മുഴുവനും ഒറ്റയ്ക്ക് പോയി താമസിക്കേണ്ടി വരും. നിനക്കാരുടെ തൻ്റെ ധൈര്യമൊക്കെ ഉണ്ടല്ലോ. നീ പോകുന്നു ഞങ്ങൾക്കറിയാം എന്ന് പറയുമ്പം വൈജ ഒന്നും മിണ്ടാതെ നിൽക്കാം കേട്ടോ. നിന്റെ കുടുംബം നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ബാല്യം അനുസരിച്ച് അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം. അല്ലാതെ ഇനി മേലാൽ ഇമ്മാതിരി സംസാരം കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കല്ല് എന്നും പറഞ്ഞുകൊണ്ട് ശിവൻ ഫോൺ കട്ടാക്കാണ്. അങ്ങോട്ടേക്ക് വിളിച്ച് ദേഷ്യപ്പെടാൻ പോയ വൈജയ്ക്ക് വയറ് നിറച്ച് കിട്ടിയല്ലോ. ശിവന്റെ വായിന്ന് ഇത്രയൊക്കെ കേട്ടപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമമായിട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് ആലോചിക്കുകയാണ്. തനിക്ക് എങ്ങനെയെങ്കിലും തൻ്റെ കുട്ടികളെ കയ്യിലെടുക്കണം, എങ്ങനെയെങ്കിലും അവരെ മെരുക്കെടുക്കണം എന്നൊക്കെ ആലോചിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആവുന്നുണ്ട് കേട്ടോ. ചായയും കൊണ്ട് വേലക്കാരി വരുന്നുണ്ട്. അങ്ങനെ അവരൊന്ന് ചായയൊക്കെ മേടിച്ച് കുടിക്കുകയാണ്. കൃഷ്ണമോള് സ്കൂളിലേക്ക് പോകാനും ബബിത കോളേജിലേക്ക് പോകാനും രോഹി കോളേജിലേക്ക് പോകാനൊക്കെ ഒരുങ്ങാണ്. അവർ വന്ന് ഫുഡ് കഴിക്കാനിരിക്കുകയാണേ. ഈ സമയത്ത് വൈജി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സാമ്പാറും
ദോശയൊക്കെ ഉണ്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ബബിതയുടെ കൃഷ്ണയുടെയൊക്കെ പാത്രത്തിലേക്ക് സാമ്പാർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വൈജ. അവർ ഓർക്കുന്നുണ്ട് അമ്മയ്ക്ക് ഇതെന്താ ഇങ്ങനൊരു മാറ്റമെന്ന്. ഇന്നേ വരെ അവരെ നോട്ടുവോ ഒന്ന് ഉറക്കുവോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചേ എന്നവർ ഓർക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് പോലും അവരൊന്നും മിണ്ടുന്ന പോലും ഇല്ല. അല്ല കൃഷ്ണനെ, നിനക്ക് വൈകുന്നേരം വരെ ഉണ്ടോ? ആ ഉണ്ട്. ബബിതയും അങ്ങനെ തന്നെ പറഞ്ഞിട്ടോ. അല്ല രോഹിത്തെ, നീ എങ്ങനെ പോന്നേ? ബൈക്കിലാണോ പോണേ? ആ അതെ എന്ന് അവനും പൗരുഷഭാവത്തിൽ പറയാണ്. വൈജിക്ക് മനസ്സിലായി 3 പേർക്ക് തന്നെ നല്ല ദേഷ്യമാണ്. ആലിനെ പറഞ്ഞു വിട്ടതുകൊണ്ട് അവർക്ക് ഭയങ്കര കലിപ്പാണെന്നൊക്കെ മനസ്സിലാവുന്നുണ്ടേ. അങ്ങനെ ബാലേന്ദ്രൻ ഇറങ്ങി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ബാലനാണെങ്കിലോ പ്ലേറ്റ് എടുത്ത് തിരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് വൈജു വന്ന് ദോശയെടുത്ത് അവൻ്റെ പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. അത് കണ്ടതും ബാലേന്ദ്രൻ ഞെട്ടിപ്പോയി കേട്ടോ. ബാലൻ മാത്രമല്ല ബാക്കി 3 പേരും ഞെട്ടി നിൽക്കുകയാണ്. സാമ്പാർ ഒഴിക്കട്ടെ ബാലേട്ടാ എന്ന് ചോദിക്കുമ്പോഴേക്കും അവൻ ഞെട്ടി വിറക്കുന്നുണ്ട്. ഇത്രയും കാലം ബാലേന്ദ്ര എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആള് ദേ ബാലേട്ടാന്ന് വിളിക്കുന്നു. ഞാൻ എടുത്തോളാം, എനിക്ക് ഈ കൈയുണ്ട് എന്ന് പറയാണ്. അങ്ങനെ സാമ്പാർ വൈജു ഒഴിച്ചു കൊടുക്കുമ്പം അത് തടയുന്നില്ല കേട്ടോ. ചമ്മന്തി ഒഴിച്ചു കൊടുക്കുകയാണ്. ബാലേന്ദ്രൻ അവിടുന്ന് ആഹാരം കഴിക്കുന്നുണ്ട്. വൈജയും അവരുടെ കൂടെ തന്നെ ഇരുന്ന് ആഹാരം കഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ എഴുന്നേറ്റ് പോകുന്നുണ്ട്. പിള്ളേർ എഴുന്നേറ്റ് പോവാണ്. അപ്പോൾ അവർക്ക് ടിഫിൻ ബോക്സ് എല്ലാം വിലക്കാരോണ്ട് വെക്കുമ്പോൾ അതെല്ലാം ഓർഡറുടെ കയ്യിൽ എടുത്തു കൊടുക്കുകയാണ്. ബാലിന് പോകാൻ നേരം അവൻ്റെ ബാഗും ഫോണും താക്കോലും വൈജി എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് ആശ്ചര്യത്തോട് കൂടിയിട്ട് ബാലൻ ഇറങ്ങി പോവാണേ. അപ്പോൾ വൈജിയാക്ക് ഈ മാറ്റം ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് ഇവർ ആലോചിക്കുകയാണ്. ബാലൻ മനസ്സിൽ നിന്ന് കരുതുന്നുണ്ട്, അവൾ നല്ല പിള്ള ചെയ്യാൻ ശ്രമിക്കുക, എന്നെ അവളുടെ കൈവശപ്പെടുത്താൻ ശ്രമിക്കുക. എത്രയൊക്കെ ശ്രമിച്ചാലും ഞാൻ നിന്റെ കാൽക്കീഴിലേക്ക് നീ വരില്ലടി. ഇനി ഞാൻ പറയും, നീ അനുസരിക്കും. അതാ സംഭവിക്കാൻ പോണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനിങ്ങനെ ഇറങ്ങി കാർ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ട്. അവരെല്ലാം കുട്ടികളെല്ലാം പോകാൻ നേരത്ത് എല്ലാവർക്കും ടാറ്റയും പറഞ്ഞു വിടണം കേട്ടോ. വൈജയന്തി 3 പേരും വിട്ടത്തേക്കേണ്ട ആലേക്കാണ്. ഇതെന്താ അമ്മയ്ക്ക് ഇങ്ങനൊരു മാറ്റം? ഇന്നേ വരെ ഇങ്ങനൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇറങ്ങി പോകാൻ നേരം കൂടി ദേഷ്യപ്പെട്ടില്ലേ പോകാറുള്ളൂ. ഇന്നെന്താ ടാറ്റയൊക്കെ തന്നു വിടുന്നേ? അച്ഛനെയാണെങ്കിലും അമ്മ ദോശ എടുത്തു കൊടുക്കുന്നു. എന്തൊക്കെ സ്നേഹപ്രകടനങ്ങളാ! ഇന്നേ വരെ നമ്മൾ കണ്ടിട്ട് കൂടി ഇല്ലല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ഇത് വേറൊന്നുമല്ല, നമ്മളും അച്ഛനൊക്കെ അലീന ചേച്ചിയുടെ കാര്യത്തിൽ തിരിഞ്ഞിരിക്കുകയല്ലേ. അപ്പം നമ്മളെല്ലാവരെയും അമ്മയുടെ വശത്തേക്ക് ആക്കണം. അതിനുവേണ്ടിയുള്ള അമ്മയുടെ ഡ്രാമ ഇതെല്ലാം, അല്ലാതെ വേറൊന്നുമല്ല എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും സ്കൂളിലോട്ട് തിരിച്ചു വരുന്നുണ്ട്. വൈകി സമയം ഓഫീസിലേക്ക് പോകാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. വൈദ്യം തിരിച്ച് ഓഫീസിൽ നിന്ന് തിരികെ വരികയാണ്. അങ്ങനെ വൈജ സെറ്റിൽ വന്ന് തലവേനട്ട് ഇന്ന് ഇരിക്കുമ്പോഴേക്കും വേലക്കാരുണ്ടെന്ന് കോഫി കൊടുക്കുകയാണ്. അങ്ങനെ കോഫി കുടിക്കുകയാണ്. അല്ല, കുട്ടികളെല്ലാം വന്നില്ലേ? എല്ലാവരും വന്നു മേഡം, 3 പേരും വന്നിട്ടുണ്ട്. ഓരോ മുറിയിലുണ്ട്. അവർക്കൊക്കെ ചായ കൊടുത്തോ? അവരെല്ലാം ചായ കുടിച്ചു മേഡം എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് വൈജ കാപ്പിയും കുടിച്ചതിന് ശേഷം മുറിയിലേക്ക് ചെല്ലുകയാണേ. അതേസമയം കൃഷ്ണയും ബബിതയും എല്ലാവരും അവൻ്റെ മുറിയിൽ ഇരിക്കുകയായിരിക്കും. അങ്ങനെ കൃഷ്ണയുടെ ബബിതയുടെ മുറിയിലേക്ക് വൈജി ചെല്ലുന്നുണ്ട്. എന്നിട്ട് കഥ കടിച്ചിട്ട് ബബിതയോട് പറയാണ്, നിങ്ങൾക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആലിനെ ഇവിടെ പറഞ്ഞു വിട്ടത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ദേഷ്യമാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ നീ ഒരു കാര്യം ചിന്തിക്കും ബബിതേ, നിനക്കിപ്പോൾ ഇത്രയും പ്രായമായല്ലോ. നാളെ നിന്നെ ഒരാളത്തിനോട് വിവാഹം കഴിപ്പിച്ച് ഞാൻ അയച്ചു എന്ന് കരുതിക്കോ. അതിന് ശേഷമാണ് നീ അറിയുന്നത് നിന്റെ ഭർത്താവിന് അതിനു മുമ്പേ ഒരു കുട്ടിയുണ്ടെന്ന് അറിഞ്ഞാൽ എന്തായിരിക്കും നിന്റെ ഒരു മാനസികാവസ്ഥ? അതും പോട്ടെ, അയാളുടെ മകളാണെന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. അതല്ല, ഇനിയിപ്പോൾ അയാളുടെ അവിഹിതമാണ് അലീന എന്നുണ്ടെങ്കിലോ നിനക്കത് സഹിക്കാനാവോ, സങ്കല്പിക്കാനെങ്കിലും ആവോ എന്ന് ചോദിക്കാണ്. എൻ്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാ എനിക്ക് അവളുടെ ഇത്ര വെറുപ്പ്. നീ ഇപ്പം എൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ നീയും ഇതേ ചെയ്യുള്ളായിരുന്നു. എൻ്റെ ഭർത്താവിന് എൻ്റെ മക്കളെല്ലാം അവൾ എന്നിൽ നിന്ന് അകറ്റിയില്ലേ, അതുകൊണ്ടാ എനിക്ക് അവളുടെ ഇത്ര ദേഷ്യം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ബബിത ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. എന്നിട്ട് ബബിതയോട് പറയാണ്, നിങ്ങൾ വിഷമിക്കണ്ട, എൻ്റെ ഈ മനസ്സൊക്കെ ഒന്ന് മാറട്ടെ. കുറച്ചു കാലം കഴിയുമ്പം അവളെ തിരികെ കൊണ്ടുവരാം. അച്ഛൻ്റെ മകളാണെന്ന് എനിക്കൊന്ന് ഉറപ്പാവട്ടെ. നമുക്കൊരു DNA ടെസ്റ്റ് ഒക്കെ എടുത്ത് നോക്കാം. അങ്ങനെ മകളാണെന്ന് ഉറപ്പാവുകയാണെങ്കിൽ ഞാൻ പഴയതെല്ലാം മറന്ന് ഞാൻ അവളെ കൊണ്ടുവരാൻ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരു അനുനേത സ്വരത്തിലൊക്കെ സംസാരിക്കുകയാണ്. ബബിത പിന്നൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അങ്ങനെ നേരെ രോഹിത്തിൻ്റെ മുറിയിലേക്ക് ചെല്ലാണ്. രോഹി അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് രോഹിയോട് പറയാണ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്കെല്ലാം അതിനുള്ള ദേഷ്യമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബബിതയോട് പറഞ്ഞ അതേ ഡയലോഗ് അവിടെ പറയാണ്. നിനക്കാണ് ഈ സാഹചര്യമെങ്കിൽ നിനക്ക് സഹിക്കാനൊക്കുമായിരുന്നോ? അതുപോലെ തന്നെയാണ് ഞാനും. എനിക്കിപ്പോൾ സഹിക്കാനാവുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുമ്പം രോഹിത്ത് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്താടാ നീ ഒന്നും പറയാത്തേ എന്ന് ചോദിക്കുമ്പം രോഹി പറയാണ്,
ഞാൻ ഒരുപാട് തെറ്റായ വഴികളിലൊക്കെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അമ്മ ഒരിക്കലും എന്നോടൊന്നും പറഞ്ഞു തന്നിട്ടില്ല. സ്ത്രീ എന്താണെന്നോ എങ്ങനെ ബഹുമാനിക്കണമെന്നോ ഒന്നും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. അവസാനം അതിനെല്ലാം അല്ല ചേച്ചി വേണ്ടി വന്നു. ചേച്ചിയോട് പോലും ഞാൻ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അതെനിക്കറിയാം, ഒന്നല്ല ഒരുപാട് തവണ. അതെല്ലാം ചേച്ചി ക്ഷമിച്ചു. ഞാൻ ആത്മഹത്യ വയ്ക്കുന്നപ്പോൾ എന്നെ പുതിയൊരു ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് ചേച്ചിയാ. ചേച്ചിനൊരിക്കലും എനിക്ക് മറക്കാനാവില്ല. എനിക്ക് ധൈര്യം നൽകി എന്നെ ഇത്രയത്തോളം എത്തിച്ചത് നിന്റെ ചേച്ചിയാ. അതെനിക്ക് ഒരിക്കലും മറക്കാനാവില്ല എന്ന് പറയുമ്പം വൈദ്യരുടെ ഉള്ളിൽ ദേഷ്യമൊക്കെ എന്നെ കനപ്പിച്ച് വരുന്നുണ്ട്. എങ്കിലും അതെല്ലാം മറച്ചു വെച്ച് കുട്ടികളെ എങ്ങനെ ഇതിൻ്റെ സൈഡാക്കണമല്ലോ, അതുകൊണ്ട് തന്നെ പറയാണ്. സാരമില്ല, അതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ എൻ്റെ മാനസികാവസ്ഥ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ച് സമയം വേണം. ഞാനൊന്ന് ആലോചിക്കട്ടെ. എൻ്റെ മനസ്സിൽ നിന്ന് അവളുടെ വെറുപ്പൊക്കെ മാറട്ടെ. അതിനുശേഷം അവളെ നമുക്ക് തിരികെ കൊണ്ടുവരാം. അതുപോലെ. പക്ഷെ ഇപ്പം എന്നോട് പറയരുത്. ഇപ്പം എനിക്ക് കുറച്ച് സ്പേസ് വേണം, കുറച്ച് സമാധാനം വേണം. അതുവരെ നിങ്ങളെല്ലാം ഒന്ന് ക്ഷമിക്ക്, എന്നോട് പഴുതുപോലെയുള്ള സ്നേഹം കാണിക്ക് എന്നൊക്കെ പറയുമ്പം ശരി അമ്മേ എന്ന് പറയാൻ കേട്ടോ. വൈദ്യരുടെ ഉള്ളിലുള്ള ആ ഒരു ചതി ആരും തിരിച്ചറിയുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ആയിട്ട് അറ്റംപ്റ്റ് നമ്മുടെ കൃഷ്ണയാണല്ലോ. കൃഷ്ണയുടെ മുറിലേക്ക് ചെല്ലാണ്. ഈ സമയം കൃഷ്ണ മുഖത്തൊക്കെ പോലും നോക്കുന്നില്ല കേട്ടോ. കൃഷ്ണ മോളെ എന്ന് വിളിക്കുമ്പോഴേക്കും മോളോ കൊള്ളാലോ, ഇത്രയും കാലമായിട്ട് അങ്ങനെ വിളിച്ചിട്ട് കൂടിയില്ല. ആ നല്ല രസമുണ്ട് കേൾക്കാൻ, ബാക്കി പോരട്ടെ. നീ എന്താ എന്നെ കളിയാക്കുകയാണോ? അല്ല, പതിവില്ലാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ നടക്കുന്നത്, അതുകൊണ്ടാ. നിനക്കറിയാലോ അയാളുടെ കാര്യം. അവള് നിന്റെ അച്ഛൻ്റെ അവിഹിത സന്തതിയാ. അത് എനിക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒക്കും. പവിലിയുടെ രോഹിത്തോട് പറഞ്ഞ അതേ ഡയലോഗ് അവിടെ പറയാണേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നോട് ഇത്രയും വർഷം മുമ്പ് തെറ്റുകളോട് ഞാൻ എങ്ങനെ ക്ഷമിക്കാനാകും? ഇത്രയും കാലം അയാൾ മറച്ചു വെച്ചല്ലേ ജീവിച്ചത്. അയാളിനെ ചതിക്കല്ലായിരുന്നോ? അതൊക്കെ നീ വിവാഹം കഴിച്ച് കഴിയുമ്പോഴേ നിനക്ക് മനസ്സിലാവുള്ളൂ. അതുവരേക്കും നിനക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറയുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവില്ല അമ്മേ, ഒന്നും മനസ്സിലാവില്ല. അമ്മയ്ക്കെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. ബാബുജി രോഹിത്തും അങ്ങനെ പറഞ്ഞെങ്കിലും കൃഷ്ണയ്ക്ക് സത്യങ്ങളൊക്കെ അറിയാമല്ലോ, അതുകൊണ്ട് തന്നെ കൃഷ്ണൻ വിട്ടുകൊടുക്കുന്നില്ല. അപ്പോൾ വൈദ്യ പറയാണ്, അവളോട് അടിച്ച അതേ ഡയലോഗിന് അടിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിൽ നിന്ന് അവളോട് ദേഷ്യമൊക്കെ ഒന്ന് മാറട്ടെ, അത് കഴിയുമ്പോഴേക്കും ഞാൻ കൂട്ടിക്കൊണ്ട് വരാം. ഇപ്പം തൽക്കാലം എനിക്കൊരു സ്പേസ് വേണം, എനിക്ക് സമാധാനം വേണം. അതുകൊണ്ടാണ് അവളെ പറഞ്ഞയച്ചത്. നീ ഇനി അതൊന്നും ഓർത്ത് ഇതാകാൻ നിൽക്കണ്ട, എന്നോട് ദേഷ്യപ്പെടുകയും ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. അമ്മയോട് ദേഷ്യപ്പെടാനൊന്നും ഞാനില്ല. പിന്നെ അമ്മ പറഞ്ഞല്ലോ അച്ഛനമ്മ ചതിച്ച കാര്യം. ശരിക്കും ആരെ ചതിച്ചേ എന്ന് ചോദിക്കുകയാണ്. നീ എന്താ കൃഷ്ണനെ അങ്ങനെ പറഞ്ഞത്? അല്ല, അമ്മ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. അല്ല, നീ എന്താ ഉദ്ദേശിക്കുന്നേ എന്ന് പറയുമ്പം കൃഷ്ണ പറയുന്നുണ്ട്, അമ്മ ഇപ്പോൾ കുറേ നേരം മുമ്പ് കുറേ ക്ലാസ് എടുത്തല്ലോ. ഒരു ഭർത്താവ് ചതിച്ചാൽ ഉള്ള മാനസികാവസ്ഥയും അതിൻ്റെ ബുദ്ധിമുട്ടുകളും എല്ലാം അമ്മ പറഞ്ഞല്ലോ. ഇതേ കേസിൽ ഒരു ഭാര്യയാണ് ഭർത്താവിനെ ചതിക്കുന്നതെങ്കിലോ? അമ്മ പറ, എന്തായിരിക്കും അമ്മയുടെ തീരുമാനം എന്ന് ചോദിക്കുമ്പം വൈദികം മിണ്ടാട്ടില്ല കേട്ടോ. അല്ല, അമ്മ പറ. ഇത്രയും നേരം അമ്മ നിർത്താതെ പ്രസംഗിക്കുകയായിരുന്നല്ലോ. ഒരു ഭാര്യനെ ഭർത്താവ് ചതിച്ചാൽ എന്തൊക്കെയാണ് പ്രതികരണം, എങ്ങനെയൊക്കെ മാനസിക ബുദ്ധിമുട്ടുണ്ടാകും എന്നെല്ലാം അമ്മ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഒരു ഭർത്താവിനെ ഭാര്യ ചതിച്ചാൽ എന്താ പ്രതികരണമെന്ന് അമ്മയെന്ന് പറ എന്ന് പറയുമ്പോഴേക്കും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അതൊക്കെ എന്തിനാ ഇവിടെ പറഞ്ഞത്? ഇവിടെ ചതിച്ചതേ നിന്റെ അച്ഛനാ. വിവാഹത്തിന് മുമ്പ് അച്ഛന് ഒരു അവിഹിതം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോ അവിഹിത സന്തതിയുണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇപ്പോ അയാള് മറ്റുള്ള വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അത് മക്കളുടെ പ്രായമുള്ളൊരു പെണ്ണിനെ. അതൊക്കെ ഞാൻ അംഗീകരിച്ചു കൊടുക്കണോ? അമ്മേ, ഞാനൊരു കാര്യം പറയാം. ഇനി അയലിൻ ചേച്ചിനെ മോശമായിട്ട് പറയരുത്. ചേച്ചി ഒരിക്കലും അങ്ങനെ തെറ്റുകാരിയല്ല, അച്ഛൻ്റെ അവിഹിതവും അല്ല. അതുകൊണ്ട് അമ്മ മേലാൽ അമ്മാതിരി വർത്തനോടെ പറയരുത്. അപ്പോഴേക്ക് നമ്മുടെ വൈദ്യുതി ഉള്ളിൽ കിടന്ന ആ മൃഗം പുറത്തിയാടി കേട്ടോ. ഇത്രയും നേരം സൗമ്യയോടൊക്കെ സംസാരിക്കുന്നതൊക്കെ അഭിനയിക്കായിരുന്നല്ലോ. പക്ഷേ കൃഷ്ണയുടെ വാക്കുകൾക്ക് മുമ്പിൽ അതെല്ലാം ആ മുഖംമൂടിയെല്ലാം വലിച്ചു കയറി ശരിക്കുള്ള വൈദ്യ പുറത്തേക്ക് വരികയാണ്. നീ എന്താണ് പിന്നെ പറഞ്ഞത്? അവള് നല്ലവളാണെന്നാണോ പറഞ്ഞത്? എനിക്ക് ഉറപ്പാ അവളും തമ്മിൽ അവിഹിതം തന്നെയാ, അല്ലാതെ അയാളുടെ സന്തതിയൊന്നും അല്ല. ദേ അമ്മേ, അനാവശ്യം പറയരുത്. അയലിൻ ചേച്ചി അങ്ങനത്തെ ഒരു പെണ്ണൊന്നും അല്ല. പിന്നെ ആരാടി? അവൾ പിഴച്ചവള് തന്നെയാ, എവിടുന്നോ പിഴച്ചു വന്നവള് തന്നെയാടി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോഴേക്കും കൃഷ്ണൻ ചോദിക്കുകയാണ്, ആരാമ്മ പിഴച്ചത്? ആരാ പിഴച്ചേ? അമ്മയെന്ന് തിരിഞ്ഞു നോക്ക്, അപ്പ അറിയാം ആരാന്ന്. അപ്പോഴേക്കും വഴി ചോദിക്കുകയാണ്, നീ എന്താടി അങ്ങനെ പറഞ്ഞത്? നീ എന്താടി ഒരുമാതിരി കുത്തിക്കൊള്ളിച്ച് സംസാരിക്കുന്നേ? ഞാൻ പറഞ്ഞപ്പോ അമ്മയ്ക്ക് കുത്തിക്കൊള്ളുന്നത് തോന്നിയോ? അതിന്റെ കാരണക്കാരിയെ അമ്മ തന്നെയാ. അമ്മ ഒന്ന് പുറകോട്ട് നോക്കി ഒന്ന് ആലോചിച്ച് നോക്ക്. 23 വർഷങ്ങൾക്ക് മുമ്പ്
ആഗ്രയിൽ വെച്ച് നടന്ന സംഭവങ്ങളാ, അമ്മയ്ക്ക് അറിയോ എന്ന് ചോദിക്കാണ്. അവൾ ഈ ആഗ്ര എന്ന് പറഞ്ഞപ്പോഴും 23 വർഷം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വൈദ്യുതി റിലേ പോയിട്ടോ. നീ എന്താ ഉദ്ദേശിക്കുന്നേ? നീ എന്താ പറയാൻ വരുന്നേ എന്ന് ചോദിക്കാണ്. ഞാൻ എന്താ പറയാൻ വരുന്നേന്നും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്നും അമ്മയ്ക്ക് ഓൾറെഡി ഒരു സൂചന കിട്ടി കാണുമല്ലോ എന്ന് ചോദിക്കാണ്. അപ്പോ വൈജയ്ക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നുകയാണേ. വൈജ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം അവളൊന്നും മിണ്ടുന്നില്ല. അല്ലമ്മേ, ആരായി സ്റ്റാൻലി ജോസഫ്? അതോടെ കേട്ടപ്പോൾ അവളുടെ റീലേ പോയിട്ടോ. അവളപ്പോ നമ്മുടെ കൃഷ്ണമോളെ രൂക്ഷമായിട്ട് നോക്കാണ്. എന്താ അമ്മേ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ആരായി സ്റ്റാൻലി ജോസഫ് എന്ന്? അപ്പോ അവളൊന്നും മിണ്ടുന്നില്ല കേട്ടോ. എങ്കിലേ ഞാൻ പറയാം. അമ്മയുടെ പഴയ കാമുകൻ സ്റ്റാൻലി ജോസഫ് ആണല്ലോ. വിവാഹം കഴിക്കാതെ അമ്മയ്ക്കൊരു കുട്ടിയുണ്ടായ കാര്യം അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ വൈജ തകർന്നടിഞ്ഞു പോവാണ്. എന്താ ഇനി അതും ഇല്ലെന്ന് അമ്മ പറയുമല്ലോ. ഒരു 5 മിനിറ്റ് മുമ്പല്ലേ അല്ല ചേച്ചിനെ പിഴച്ചവളാണ്, പിഴച്ചുണ്ടായവളാണെന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അമ്മ എന്ന് പിഴച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വൈജയുടെ മാനസികാവസ്ഥ വല്ലാണ്ട് ആയി പോവാണ്. സ്വന്തം പ്രസവിച്ച മകളാണ് ചോദിക്കുന്നത് അമ്മയോട് അത്തരത്തിലുള്ള വാക്ക്. അത് കേട്ട് വൈജയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞതെല്ലാം അമ്മയ്ക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. എങ്കിലേ അമ്മ അറിയാത്ത മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. അമ്മ എപ്പോഴും പിഴച്ചോളൂ നല്ല ചേച്ചിനെ പറയുന്നുണ്ടല്ലോ. ചേച്ചിയല്ല, അമ്മയാ പിഴച്ചോള്. പിന്നെ ഒരു കാര്യം അമ്മ പറഞ്ഞത് ശരിയാ, അല്ല ചേച്ചിനെ ആരോ പിഴച്ച് പെട്ടെന്ന് അമ്മ പറഞ്ഞല്ലോ. അത് ശരിയാ, അത് വേറെ ആരുമല്ല, നിങ്ങൾ തന്നെയാ. നിങ്ങൾ എൻ്റെ അമ്മ എന്ന് പറയാൻ കേട്ടോ. അമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും കാര്യം മനസ്സിലായോ എന്ന് ചോദിക്കാൻ കേട്ടോ. വൈജ ആകപ്പാടെ ഞെട്ടിവിറച്ച് നിൽക്കുകയാണ്. അമ്മ എന്താ കരുതിയത്? അമ്മ ഈ പതിവ്രത ചമഞ്ഞ് നടന്നാല് അമ്മ ആരും ഒന്നും അറിയില്ലെന്നോ? ഇത്ര നേരം അമ്മ ഘോര പ്രസംഗിച്ചല്ലോ. അമ്മ ഭയങ്കര പരിശുദ്ധയാണ്, അച്ഛനാണ് കുറ്റക്കാരനെന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ ആരാ കുറ്റക്കാരനെന്നൊക്കെ? ഇനിയെങ്കിലും അല്ല ചേച്ചിനെ മോശം പറഞ്ഞത് അമ്മ നിർത്തിക്കോ എന്ന് പറയാണ്. അപ്പോ അലീന എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായില്ലേ, അമ്മയുടെ സ്വന്തം മകളാ അലീന ചേച്ചി, അല്ലാതെ അച്ഛൻ്റെ അല്ല എന്ന് പറയുന്നു കേട്ടോ. അത് കേട്ട് ആകപ്പാട് അലീനയ്ക്ക് ഒരു ഷോക്കായിരുന്നു. നീ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുമ്പം സത്യമാണോ അല്ലയോന്ന് അമ്മയുടെ ഭർത്താവിനോട് ചോദിച്ചു നോക്ക്, ബാലചന്ദ്ര മേനോട് എന്ന് പറയുമ്പോഴേക്കും വൈകി ഞെട്ടിപ്പോവാണ്. നീ എന്താ പറഞ്ഞേ? അച്ഛനോടോ? അതെ, അച്ഛനറിയാം സത്യങ്ങളെല്ലാം. അച്ഛന് മാത്രമല്ല, അച്ഛനും എനിക്കും മനുവേട്ടനും മുത്തശ്ശിക്കും പിന്നെ അമ്മയുടെ 3 ആങ്ങളമാർക്കും എല്ലാവർക്കും സത്യങ്ങളറിയാം എന്ന് പറയുന്നുണ്ട്. അതുകൂടി കേട്ടപ്പോൾ വൈജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ. വൈജ ആകെപ്പാടെ പെട്ടുപോയ അവസ്ഥയിൽ നിൽക്കാണ്. ബാലനെപ്പോഴാ ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അത് ഒരു 5-6 മാസം മുമ്പാ അച്ഛൻ ആദ്യം അറ്റാക്ക് ഉണ്ടായത് അമ്മ ഓർക്കുന്നുണ്ടോ? ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞിട്ടാ അച്ഛൻ അറ്റാക്ക് ഉണ്ടായത്. അങ്ങനെ അലീനാനെ മുത്തശ്ശൻ പോയി കൊണ്ടുവന്നത് മുതൽ ഇതുവരെയുള്ള അത് ബാലനും സത്യങ്ങൾ അറിയുന്നതും ഹോസ്പിറ്റലിലാവുന്നതും താൻ സത്യങ്ങൾ അറിയുന്നതും മനുവേട്ടനും അതുപോലെ ആങ്ങളമാരും എല്ലാ കഥകളും വിസ്തരിച്ച് തന്നെ നമ്മുടെ കൃഷ്ണമോള് പറയുന്നുണ്ട്. ഇപ്പം അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? അത് അമ്മയുടെ മകളെല്ലാം തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത്രയും കാലം ആ പാവം അമ്മയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി കൊതിച്ചാ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ സംഭവിച്ചത് എന്തായിരുന്നു? അമ്മയെപ്പോലുള്ള അഹങ്കാരം എടുത്ത് നിൽക്കുകയായിരുന്നു ആ ചേച്ചിയുടെ തലവിധി. എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിക്കുകയാണ്. കൃഷ്ണയെ പറഞ്ഞെല്ലാം കേട്ടുകൊണ്ട് വൈജയ്ക്ക് ആകെപ്പാടെ മാനസികമായിട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടാവുന്നുണ്ട് കേട്ടോ. ഇവിടെ പറഞ്ഞൊക്കെ സത്യമാണോ അതോ കള്ളാണോ ഒന്നും മനസ്സിലാകാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. കൃഷ്ണ പറഞ്ഞത് കേട്ട് വൈജയാകെ ഞെട്ടിവരച്ച് പോവാണ്. അപ്പൊ ഇത്രയും കാലം എല്ലാവർക്കും തന്റെ സത്യങ്ങളെല്ലാം അറിയാമായിരുന്നോ? അവരെയൊക്കെ മുന്നിലാണോ ഞാൻ ഈ കോമാളിയെ പോലെ ജീവിച്ചത് എന്നൊക്കെ ആലോചിച്ച് വൈജയാകപ്പാടെ ഡെസ്പായി നിൽക്കാണ്. കൃഷ്ണ വന്നിട്ട് വൈജയോട് പറയുന്നുണ്ട്, അമ്മ പിഴച്ച് പ്രസവിച്ച മകള് അലീന ചേച്ചിയാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായല്ലോ. ഇനിയെങ്കിലും ആ പാവത്തിനെ വെറുതെ വിട്ടൂടെ? അവിടുന്ന് പോയി വിളിച്ചോണ്ട് വരാൻ നോക്ക്. പിന്നെ അമ്മ ഇത് അറിഞ്ഞെന്ന് അച്ഛൻ അറിയണ്ട. അമ്മ അറിഞ്ഞെന്ന് അച്ഛൻ അറിഞ്ഞ നിമിഷം തന്നെ അച്ഛൻ അമ്മയെ ഡിവോഴ്സ് ചെയ്യുന്ന പറഞ്ഞിരിക്കാം. ഒന്നും പറയാതെ ദേഷ്യമൊക്കെ മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും ചേച്ചിയെ കൊണ്ടും താമസിപ്പിക്കാൻ നോക്ക്. അമ്മയുടെ സ്വന്തം മകളല്ലേ, അമ്മയ്ക്കും ആഗ്രഹം കാണുമല്ലോ ഒന്ന് തൊടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവളുടെ മനസ്സാകെപ്പാടെ ഇങ്ങനെ വല്ലാണ്ടായി കിടക്കാണ്. കാരണം ഇവള് പറഞ്ഞൊന്നും വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. തെളിവുകൾ സഹിതമാണല്ലോ കൃഷ്ണമോള് നേർത്തിരിക്കുന്നത്. ബബിതയും രോഹിത്തും ഇല്ല, അവർ രണ്ടും അറിഞ്ഞിട്ടില്ല. അതമ്മയുടെ ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി. ഞാൻ എന്തുകൊണ്ടാ പല സമയത്തും പേർവൃത്തിയെന്ന് അമ്മയ്ക്കിപ്പോൾ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ്. കൃഷ്ണയ്ക്ക് പറയാൻ വാക്കുകളൊന്നും ഇല്ല കേട്ടോ. സോറി,
വൈജയ്ക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല. ആകെപ്പാടെ മാനസികമായി വൈജ തകർന്നടിഞ്ഞുപോയി. അങ്ങനെ വൈജ അവിടുന്ന് നേരെ നടന്ന് അവളുടെ മുറിയിലേക്ക് പോവാണ്. മുറിയിലേക്ക് പോയിരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. താൻ ഇത്രയും കാലം ഉപദ്രവിച്ചത് തൻ്റെ സ്വന്തം മകളെയാണല്ലോ. ബാക്കി എല്ലാവരും തന്നെ തൻ്റെ ഭർത്താവ് സഹിതം തൻ്റെ പഴയകാല കഥകളെല്ലാം അറിഞ്ഞല്ലോ എന്നൊക്കെയോർത്ത് ആകെപ്പാടെ വിഷമത്തിൽ അവൾ ചങ്ക് പൊട്ടി കരയുന്നുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അവൾ ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ വല്ലാണ്ട് മനസ്സ് വിഷമിച്ച് വൈജ അവിടെ ഇരുന്ന് തേങ്ങി തേങ്ങി കരയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്റ്റോറി ഉണ്ട് കേട്ടോ. നമ്മളത് അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.